ടാൻജന്റിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് ആൻഡ് ടാൻജന്റ് ടു ഇറ്റ് ഫ്രം എ പോയിന്റ് 7 സെന്റിമീറ്റർ ഫ്രം ദ ടാൻജന്റ് സെന്റർ. അതായത് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയായിട്ടുള്ള ഒരു ടാൻജന്റ് വരയ്ക്കണം. അകലെയായിട്ട് ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ഈ സർക്കിളിൽ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ റഫ് ഫിഗർ നമുക്ക് വരച്ചു നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ്, ഈ 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കണം. ആദ്യം നമ്മൾ റഫായിട്ട് വരയ്ക്കാൻ നമ്മൾ എങ്ങനെയെന്ന് കാണിക്കാം. നമുക്ക് ആദ്യം ഇവിടെ കുത്തി നമ്മൾ 2.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ ലൈൻ നേരെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ ലൈൻ വരയ്ക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റ് കുത്തി, ബി എന്ന് പറഞ്ഞ പോയിന്റ് കുത്തി നമ്മൾ ഒരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ എ എന്ന പോയിന്റ് കുത്തി താഴെ മുകളിലും ആർക്ക് വരച്ച് പെർപെൻഡിക്കുലർ വരച്ച് അതിൻ്റെ മിഡ് പോയിന്റ്, ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ മിഡ് പോയിന്റ് കുത്തിക്കൊണ്ട് നമ്മൾ ഈ റേഡിയസ് സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് എടുത്ത് സർക്കിൾ, ഒരു വലിയ സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് നീ എന്താ വേണ്ടത്, ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ഈ പോയിന്റിൽ നിന്നും, അതായത് ടാൻജൻറ്റ് നേരെ ഈ എൻഡിൽ നിന്ന് നേരെ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആൻസറായി. ഇവിടെ നമ്മൾ ഫസ്റ്റ് 2.5 സെന്റിമീറ്റർ റേഡിയസിലെടുത്ത് നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. 2.5 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ കൊടുത്തു. എന്നിട്ട് 2.5 റേഡിയസിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നമ്മൾ 7 സെന്റിമീറ്റർ എടുത്ത് ഈ സെൻറ്റർ, ഈ പോയിന്റ് ഇത് എടുത്തിട്ട് 7 സെന്റിമീറ്റർ നമ്മൾ അകലത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. 7 സെന്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. അപ്പോൾ ഇത് 7 സെന്റിമീറ്റർ ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ 7 സെന്റിമീറ്റർ എടുത്തതിന് നമുക്ക് O എന്ന് പറഞ്ഞ സർക്കിൾ കൊടുത്തു. ഇപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കാം, AB എന്ന് കൊടുത്തു, AB എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഈ B കുത്തി മുക്കാ ഭാഗത്തെ കൂടുതലെടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി അതുപോലെ A കുത്തി മുക്കാ ഭാഗം എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി ഈ രണ്ട് ആർക്കുകളും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം. അതപ്പോൾ നമുക്ക് ഈ 7 സെന്റിമീറ്ററിൻ്റെ നേരെ മിഡിൽ പോയിന്റ് കിട്ടും. അതായത് റേഡിയസ് ആയിട്ട് എടുക്കാൻ പാകത്തിനുള്ള ഡിസ്റ്റൻസ് കിട്ടും. നമുക്ക് നേരെ സെൻറ്റർ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ റേഡിയസ്, ഈ ഒരു പോയിന്റിന് നമുക്ക് വേണമെങ്കിൽ O എന്ന് കൊടുക്കാം. അപ്പം ഈ ഒരു റേഡിയസ്, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ഇവിടെ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുത്ത് സർക്കിൾ വരച്ചു. റേഡിയസ് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ നമ്മൾ O എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി വളരെ സിമ്പിളായിട്ട് ഈ ടാൻജൻറ്റ് വരയ്ക്കാൻ വേണ്ടി ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത ഈ പോയിന്റ് ഈ എൻഡിലേക്ക് നേരെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റ് നേരെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ രണ്ട് സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് എടുത്ത് നമ്മൾ നേരെ എന്ത് വരച്ചു, സർക്കിളിൻ്റെ ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സർക്കിളായി. അപ്പോൾ ആദ്യം 2.5 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് നമ്മളൊരു സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ എടുത്ത് അകലത്തിലെടുത്ത് നമ്മൾ എന്താണ്, ഒരു സർക്കിൾ വരച്ചെടുത്തു. എന്നിട്ട് അതിനകത്ത് ഈ ഒരു പോയിന്റ് നേരെ ഇങ്ങോട്ട് ലൈൻ വരച്ചു. ഇവിടെ നിന്ന് നേരെ ഈ രണ്ട് സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഈ എൻഡിലേക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്കിതെന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്ന ഈ 2.5 സെന്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിളിനുള്ള ടാൻജൻ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ റേഡിയസിൽ 7.5 സെന്റിമീറ്റർ സെൻറ്റർ ഡിസ്റ്റൻസ് എടുത്ത് നമ്മളൊരു സർക്കിൾ വരച്ച് അതിനകത്ത് നിന്ന് എന്താണ് ടാൻജൻറ്റ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഒരേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് പ്രോബ്ലവും ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് ക്ലാസ്സോറ എന്ന പ്ലാറ്റ്ഫോമിനകത്ത് ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ്സോറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓരോരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയി കാണാവുന്നതാണ്.